രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച വി കുഞ്ഞീഷ്ണനെ CPIM-ൽ നിന്നും ഇന്നലെ പുറത്താക്കി. ഇന്നലെ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് വരാം. അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ? അത് പാർട്ടിക്കകത്ത് പറയും. പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളോടും ആവശ്യപ്പെട്ട പറയും. പാർട്ടിക്കൊരു രീതിയുണ്ട്. പാർട്ടിയുടെ ഏത് ധനസമാഹരണമായാലും നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഫണ്ട് ശേഖരിച്ച് നേരെ പബ്ലിഷ് ചെയ്യുന്ന പരിപാടി? അത് പാർട്ടിയുടെ ഭരണഘടനാപരമായി പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അത് അംഗീകരിക്കേണ്ടത്. കൃത്യമായി പാർട്ടിയുടെ സംഘടനാ തത്വം അനുസരിച്ച് സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കേണ്ട ബന്ധപ്പെട്ട കമ്മിറ്റിയിലാണ്. ആ ബന്ധപ്പെട്ട കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആക്ഷേപം വന്നപ്പോൾ ആ കമ്മിറ്റി തന്നെ പ്രത്യേകമായി ഓഡിറ്റർമാരെ നിയമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതിൽ ജില്ലാ സെക്രട്ടറി രാകേഷ് പറഞ്ഞത് എന്തൊക്കെയാണ്? ഞങ്ങൾ നടത്തിയ ഫണ്ട് തട്ടിപ്പിൽ ഒരു തിരിമറിയും നടത്തിയിട്ടില്ല, ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതെല്ലാം 4 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഓഡിറ്റേഴ്സ് ഒക്കെ ഓഡിറ്റ് ചെയ്ത് ഒരു കുഴപ്പവും ഇല്ല എന്ന് കമ്മിറ്റി അംഗീകരിച്ചതാണ്, പാർട്ടി അംഗീകരിച്ചതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. എന്താണ്? ഇത് പൊതുസമൂഹത്തിനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, പൊതുസമൂഹത്തിനോട് ഈ കണക്ക് പറയേണ്ട കാര്യമില്ല എന്നുള്ളത്. അതെന്താണ് രാകേഷേ അങ്ങനെ പൊതുസമൂഹത്തിനോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്? പൊതുസമൂഹത്തിൽ ഇറങ്ങിയല്ലേ നിങ്ങൾ പൈസ പിരിച്ചത്? നിങ്ങൾ നിങ്ങളുടെ പാർട്ടി അംഗത്വമുള്ള ആളുകളുടെ കയ്യിൽ നിന്നും മാത്രം പിരിച്ച പൈസയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടിയെ മാത്രം ബോധിപ്പിച്ചാൽ മതി, നിങ്ങൾ പാർട്ടിക്കുള്ളിൽ മാത്രം ഈ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് പൊതുസമൂഹത്തിൽ നിന്നും സാധാരണ ആൾക്കാരിൽ നിന്നുവരെ പിരിച്ച പൈസയുടെ കണക്ക് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിലൊരു കൃത്രിമത്വം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതിലൊരു തട്ടിപ്പ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചങ്കൂറ്റത്തോടെ വന്ന് നിന്ന് പറയണം. ദാ കിടക്കുന്ന കണക്ക് ഏതവന് വേണമെങ്കിലും എടുത്ത് പരിശോധിക്കുക, ഇതിനകത്ത് ഒരു പിഴവെങ്കിലും കണ്ടുപിടിച്ചാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറയാനുള്ള ചങ്കൂറ്റം രാകേഷിന് വേണം. അങ്ങനെ ആയിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അങ്ങനെ ആകണം കമ്മ്യൂണിസ്റ്റുകാരൻ. നിങ്ങൾ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും പാർട്ടിക്കാരും നേതാക്കന്മാരും അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് കുഞ്ഞീഷ്ണൻ ഇത് പൊതുസമൂഹത്തോട് വന്ന് ഒരു ചാനലിൽ ഇരുന്ന് പറയേണ്ടി വന്നത്. നിങ്ങളിത് പാർട്ടിക്കുള്ളിൽ ഒതുക്കാൻ നോക്കി, നിങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് പ്രഷർ ഇട്ടത് ഒതുക്കാൻ നോക്കി, ഭീഷണിപ്പെടുത്തി ഇത് ഒതുക്കാൻ നോക്കിയത് കൊണ്ടാണ് പുള്ളിക്ക് ഇത് പുറത്തു വന്ന് പറയേണ്ടി വന്നത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് പറയുവാണ് പൊതുസമൂഹത്തോട് പറയേണ്ട ആവശ്യമില്ല, ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഒന്നുമില്ല രാകേഷേ. പൊതുസമൂഹത്തോട് നിങ്ങൾ ബോധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിനെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇതിലൊരു തട്ടിപ്പ് പോലും നടന്നിട്ടില്ല. 1 രൂപയുടെ, അതായത് രക്തസാക്ഷിയുടെ പേര് പറഞ്ഞ് പിരിച്ച ഫണ്ടിൽ നിന്നും 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് രാകേഷിന് ഉറപ്പുണ്ടെങ്കിൽ, കണ്ണൂർ പാർട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ, കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ചങ്കൂറ്റത്തോടെ പറയണം. ഇതിനകത്ത് 1 രൂപയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്കെടുത്തിടണം, കണക്കെടുത്തിട്ടിട്ട് പറയണം. പൊതുസമൂഹത്തിന്റെ മുന്നിൽ കണക്കെടുത്തിട്ടിട്ട് പറയണം, ഇതിൽ 1 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനം നിർത്തും, ഞങ്ങൾ ഇനി നിങ്ങളുടെ മുമ്പിൽ വരത്തില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം. അതെന്താ ഇല്ലാത്തത്? അപ്പോൾ ഇത് കള്ളത്തരം നടന്നിട്ടുണ്ടെന്ന് രാകേഷിനും അറിയാം. രാകേഷ് തന്നെ ഇത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, കുഞ്ഞീഷ്ണന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അതായത് രസീത്, തെരഞ്ഞെടുപ്പ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അടിച്ച രസീതിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൽ ചിലത് മാത്രമാണ് തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. അപ്പൊ രസീത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ കിട്ടിയ പൈസ കണക്ക് കൂട്ടിയിട്ടുള്ളത്? നഷ്ടപ്പെട്ടുവെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു റെസീറ്റ് ബുക്ക് സഖാവ് TA മസൂദനെ ഏൽപ്പിച്ച റെസീറ്റ് ബുക്കായിരുന്നു. ആ റെസീറ്റ് ബുക്ക് പിന്നീട് അദ്ദേഹം തന്നെ നോക്കി കണ്ടെത്തി തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീടുള്ള അന്വേഷണത്തിൽ അദ്ദേഹം തന്നെ ആ റെസീറ്റ് ബുക്ക് കണ്ടെത്തി പാർട്ടി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ TA മസൂദന് കിട്ടിയിട്ടുള്ള റെസീറ്റ് ബുക്ക് കൃത്യമായി പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില റെസീറ്റ് ബുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു രസീത് അടിച്ച് പിരിവ് നടത്തുമ്പോൾ ആ രസീത് കുറ്റിയുടെ 2 വശം ഉണ്ടല്ലോ. പിരിവ് കൊടുത്ത ആൾക്ക് കീറി കൊടുക്കുന്ന ഒരു വശവും ഇപ്പുറത്തെ സൈഡ് കണക്കെഴുതുന്ന ഒരു വശം ഉണ്ടല്ലോ. ആ രസീത് കുറ്റികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പൈസ എങ്ങനെയാണ് നിങ്ങൾ കണക്ക് കൂട്ടിയത്? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും 1 പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്? ഇത് കേരളത്തിൽ ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവുന്നതാണ്. അതായത് ഓണപ്പരിപാടി ഉണ്ടല്ലോ, ഓണത്തിനും വിഷുവിനും ഒക്കെ പരിപാടി നടത്തുമ്പോൾ പിള്ളേർ രസീത് അടിച്ചിറങ്ങും. ആ പിള്ളേർക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ് രസീത് കുറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് കൃത്യമായി കൂട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഒരു ഏകദേശം കിട്ടിയ കണക്കും അവൻ്റെ പോക്കറ്റിൽ നിന്നും ഇവൻ്റെ പോക്കറ്റിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത് ഒരു കണക്ക് പറയാനേ പറ്റത്തുള്ളൂ. അത് ആ കണക്ക് കൃത്യമല്ല. ആ കണക്ക് കൃത്യമല്ല എന്നുള്ളത് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ്. ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകല്ലേ രാകേഷേ. കൃത്യമായ കണക്കുകൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ,
കൃത്യമായ കണക്കുകൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ എടുത്തിട്ടിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക, നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കുക, കണക്കുകൾ കൊണ്ടുവന്ന് കാണിക്കുക. ചുമ്മാതെ മൈക്കിന് മുമ്പിൽ ഇരുന്നിങ്ങനെ പറഞ്ഞാൽ പോരാ, കണക്ക് കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറയണം 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ കണക്കുകൾ കൊണ്ടുവന്ന് കാണിച്ച് ബോധ്യപ്പെടുത്താത്തിടത്തോളം കാലം കുഞ്ഞീഷ്ണന്റെ ആരോപണങ്ങൾ ഇവിടെ നിലനിൽക്കും. നിങ്ങൾ അതിൽ നിന്ന് മുക്കി എന്നുള്ളത് കേരള ജനത വിശ്വസിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, കുഞ്ഞീഷ്ണനെ മാത്രമേ നിങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ. കുഞ്ഞീഷ്ണനെ പുറത്താക്കി എന്ന് കരുതി കുഞ്ഞീഷ്ണൻ ചോദിച്ച ചോദ്യങ്ങൾ പുറത്താകുന്നില്ല. കുഞ്ഞീഷ്ണൻ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ മെമ്പർമാർക്കുള്ളിലും നിങ്ങളുടെ പാർട്ടി അനുഭാവികൾക്കുള്ളിലും ഈ രക്തസാക്ഷികളുടെ വീട്ടിൽ പോലും അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നാളെ നിങ്ങളെ അത് വേട്ടയാടുന്നൊരു ചോദ്യം തന്നെയായിരിക്കും. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് നിങ്ങൾ കട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം, ആ പിരിവ് തന്നവർ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഒരു രക്തസാക്ഷി എന്ന് പറയുന്നത് അയാൾ ആ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തൊരു വ്യക്തിയാണ്, ആ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തൊരു വ്യക്തിയാണ്. അതിൽ നിന്ന് പോലും തട്ടിപ്പ് നടത്തി എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഒരു ഞെട്ടൽ തന്നെയാണ്. അത് നിങ്ങൾ കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ അത് വേട്ടയാടുന്നൊരു ചോദ്യം തന്നെയായിരിക്കും. കുഞ്ഞീഷ്ണൻ്റെ ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അയാളെ മാത്രമേ നിങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റത്തുള്ളൂ. ആ ചോദ്യങ്ങൾ പുറത്താക്കാൻ പറ്റില്ല. ആ ചോദ്യം ചോദിച്ച വ്യക്തിയെ നിങ്ങൾ പുറത്താക്കി. എന്നിട്ട് നിങ്ങൾ കാണിച്ച എന്താണ്? അയാളുടെ വീടിൻ്റെ മുമ്പിൽ പോയി പടക്കം പൊട്ടിച്ചു. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, ചോദ്യം ചോദിക്കാത്തവർ പേടിച്ചത് കൊണ്ടാണ് ചോദിക്കാത്തത്. ചോദ്യം ചോദിക്കാതെ മാറി നിൽക്കുന്നവർ നിങ്ങൾ പറയുന്ന എല്ലാ കള്ളത്തരവും വിശ്വസിക്കുന്നവരാണെന്ന് കരുതരുത്. അവർ പേടിച്ച് മിണ്ടാതിരിക്കുന്നതാണ്. അവർക്ക് ഉത്തരം തരാൻ, അവർക്ക് മറുപടി തരാൻ ഒരു ദിവസമുണ്ട്, വോട്ട് ചെയ്യുന്ന ദിവസം. ആ വോട്ട് ചെയ്യുന്ന ദിവസം ഇതിനൊക്കെ അവർ പകരം ചോദിക്കും. ബംഗാളും ത്രിപുരയും ഒന്നും നിങ്ങൾ മറക്കണ്ട. അങ്ങനെ ബംഗാളും ത്രിപുരയും മാത്രം ഓർത്തിരുന്നിട്ടും കാര്യമില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലെ തോൽവി നിങ്ങൾക്ക് ഒരു പാഠമായതുകൊണ്ടാണല്ലോ നിങ്ങൾ വീടാന്തരം കയറി ഗ്രഹസമ്പർക്കം നടത്തിയത്. അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ജനങ്ങൾക്ക് നിങ്ങളോടുള്ള പെരുമാറ്റമൊക്കെ മാറി തുടങ്ങി, ജനങ്ങൾക്ക് നിങ്ങളോടുള്ള അഭിപ്രായവും മാറി തുടങ്ങി. ഇനിയും മാറേണ്ടത് നിങ്ങളാണ്. മാർക്സിസവും ലെനിനിസവും ഒക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അതിന് കാലോചിതമായ മാറ്റം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളെ കൈയൊഴിയും. ജനങ്ങളാണ് പാർട്ടി. ജനങ്ങളില്ലാതെ പാർട്ടിയില്ല, പാർട്ടിയില്ലാതെ നേതാക്കളില്ല, നേതാക്കളില്ലാതെ അണികളുമില്ല. അപ്പോൾ ഒരു കാര്യം മറക്കണ്ട, എല്ലാം നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കാരണം ഇത് ജനങ്ങളുടെ കയ്യിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്നും പിരിച്ച പൈസയാണ്. അതിന് കണക്ക് ജനങ്ങളോട് പറയേണ്ടി വരും. എത്ര നാൾ നിങ്ങൾ ഒളിച്ചോടും?